പേരുകേട്ടാൽ പോലും ഭക്തർക്ക് പുണ്യം നൽകുന്ന മധുര മീനാക്ഷിയമ്മൻ ക്ഷേത്രം. തന്റെ ഭക്തരെ മത്സ്യത്തെ പോലെ കണ്ണിമ ചിമ്മാതെ കാത്തുരക്ഷിക്കുന്ന ദേവിയാണ് മീനാക്ഷിയമ്മൻ എന്നാണ് വിശ്വാസം. 7 സ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന തൂണുകളും 1000 കൽമണ്ഡപവും സ്വർണ്ണത്താമരയും ചേർന്ന വിസ്മയമാണ് ഈ ക്ഷേത്രം. 15 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം അതിന്റെ 12 ഗോപുരങ്ങളാലും 4500ഓളം തൂണുകളാലും ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ പോലും ഒന്ന് തൊഴുതുപോകും. 7ാം നൂറ്റാണ്ടിൽ ചുറ്റുമതിലുള്ള ശിവക്ഷേത്രം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മീനാക്ഷി ക്ഷേത്രം 12ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത്. 9 നിലകളുള്ള ഗോപുരം 1316 നൂറ്റാണ്ടുകൾക്കിടയിലാണ് നിർമ്മിച്ചത്. 1000 കൽ മണ്ഡപം, അഷ്ടശക്തി മണ്ഡപം, പുതുമണ്ഡപം, തെപ്പക്കുളം നായ്ക്കർ മഹൽ എന്നിവ നായ്ക്കർ ഭരണകാലത്തും നിർമ്മിച്ചു. ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട കഥ ഇങ്ങനെയാണ്. പാണ്ഡ്യരാജാവിന്റെ പുത്രിയായ മീനാക്ഷിക്ക് 3 സ്തനങ്ങൾ ഉണ്ടായിരുന്നു. ഭാവി വരനെ ദർശിച്ചയുടൻ 3ാം സ്തനം ഇല്ലാതാകുമെന്ന് ഒരു അശരീരിയുണ്ടായി. 64 കലകളിലും നൈപുണ്യം നേടി മീനാക്ഷി. മൈസൂർ രാജാവായ സുന്ദരേശൻ സൈന്യവുമായി പാണ്ഡ്യനാട് ആക്രമിക്കാനെത്തിയപ്പോൾ വൃദ്ധനായ പാണ്ഡ്യരാജനെ പ്രതിനിധീകരിച്ച് സൈന്യവുമായി ചെന്ന മീനാക്ഷിയുടെ ഒരു സ്തനം സുന്ദരേശന്റെ മുന്നിൽ അടർന്നു വീണു. ഇതിനെ തുടർന്ന് യുദ്ധം ചെയ്യാതെ രാജകുമാരി കൊട്ടാരത്തിലേക്ക് മടങ്ങി. വിവരങ്ങളറിഞ്ഞ രാജാവ് സുന്ദരേശനെ ചെന്നുകണ്ട് പ്രവചനത്തിന്റെ കാര്യം പറഞ്ഞ് അദ്ദേഹത്തിന് മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് കഥ. മഹാദേവനായ സുന്ദരേശനെ വണങ്ങുന്നതിനു മുൻപ് അമ്മൻ കോവിലിൽ ദർശനം നടത്തണം. സ്വർണ്ണത്താമര വിരിഞ്ഞു നിൽക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കുളം ഈ ക്ഷേത്രമതിൽക്കെട്ടിനകത്തുണ്ട്. അതിലിപ്പോൾ ഒരു സ്വർണ്ണത്താമര നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഈ കുളം പരമശിവൻ തൃശൂലം കൊണ്ട് നിർമ്മിച്ചതാണ് എന്നാണ് ഐതിഹ്യം. സ്വർണ്ണത്താമര വിരിഞ്ഞു നിൽക്കുന്ന പൊൻതാമരക്കുളത്തിന്റെ ഇടതുഭാഗത്തായാണ് മീനാക്ഷി സന്നിധി. ക്ഷേത്രക്കുളത്തിന് ചുറ്റുമുള്ള 64 തിരുവിളയാടലുകളുടെ ചിത്രങ്ങളും പിന്നെ ഊഞ്ഞാൽ മണ്ഡപവും കിളിക്കോട്ട് മണ്ഡപവുമാണ് ഉള്ളത്. മധുരയുടെ പഴയ പേര് ഹാലാസ്യം എന്നായിരുന്നു. മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയും വഴിപാടുകളും പൂജകളുമൊക്കെ നടത്തുകയും ചെയ്താൽ മാത്രമാണ് പുണ്യം ലഭിക്കുകയും മോക്ഷമുണ്ടാവുകയും ചെയ്യുക. എന്നാൽ ഹാലാസ്യം എന്ന വാക്കു കേട്ടാൽ മാത്രം ആ പുണ്യം ശ്രോതാവിന് ലഭിക്കും എന്നതാണ് ഹാലാസ്യ മഹാത്മ്യത്തിൽ പറയുന്നത്. AD 1310 ഈ ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 14ാം നൂറ്റാണ്ടോടെ ഈ ക്ഷേത്രം പുതുക്കി പണിതു. തിരുമല നായ്ക്കർ എന്ന രാജാവാണ് ക്ഷേത്രം പുതുക്കി പണിതത്. ദ്രാവിഡ ശില്പകലയുടെ ഒരു നല്ല മാതൃകയാണ് ഈ ക്ഷേത്രം. മധുര നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് മീനാക്ഷിയമ്മൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 5 കവാടങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. കിഴക്കേ ഗോപുരം കടന്ന് അഷ്ടശക്തി മണ്ഡപത്തിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് കടക്കേണ്ടത്. അതിന്റെ കവാടത്തിൽ മീനാക്ഷി കല്യാണം കൊത്തിവെച്ചിട്ടുണ്ട്. ചുറ്റുവട്ടത്തെവിടെയും ശില്പങ്ങളും ചിത്രങ്ങളും ചിത്രത്തൂണുകൾ നിറഞ്ഞ മണ്ഡപങ്ങളും. 985 കടഞ്ഞ തൂണുകളുള്ള 1000 കൽ മണ്ഡപം ഒരു കാഴ്ചയാണ്. പല കാലങ്ങളിൽ പല രാജാക്കന്മാർ പണിതതാണെങ്കിലും ക്ഷേത്രശൈലിയിൽ അവ പൂർണ്ണമായും ലയിച്ചു നിൽക്കുന്നു. 52 മീറ്റർ ഉയരത്തിൽ 1559 നിർമ്മിച്ച തെക്കേ ഗോപുരമാണ് ഗോപുരങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ ഗോപുരം. മധുര രാജാവായിരുന്ന മഹാവർമ്മൻ സുന്ദരപാണ്ഡ്യൻ 1216-1238 കാലയളവിൽ ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്ത് നിർമ്മിച്ച ഗോപുരമാണ് ഏറ്റവും പഴക്കമുള്ള ഗോപുരം. കേശഭാരത്തെ ഇടതുവശത്തേക്ക് കെട്ടിയൊരുക്കി മന്ദസ്മിതവുമായി വലം കൈയിൽ മലരും പച്ചക്കിളിയുമേന്തി ഇടം കൈ നൃത്തവടിവിൽ തൂക്കിയിട്ട് ലാസ്യഭാവത്തിൽ നിൽക്കുന്ന പ്രതിഷ്ഠയാണ് മധുര മീനാക്ഷിയുടേത്. 7 സ്വരങ്ങളും പുറപ്പെടുവിക്കുന്ന തൂണുകളും ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ്. നിത്യവും പള്ളിയറ പൂജയുണ്ട്. കന്യകകൾ ഈ പൂജയിൽ പങ്കെടുത്താൽ ഉടനെ തന്നെ വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം. പൂജ കഴിഞ്ഞ് കുങ്കുമവും ഭസ്മവും പ്രസാദമായി ലഭിക്കും. ശിവനെ രാജാവിനെ പോലെ അണിയിച്ചൊരുക്കി മീനാക്ഷിയുടെ സന്നിധിയിലെത്തിച്ച് പാദപൂജ ചെയ്യുന്ന ചടങ്ങാണ് ഇത്. കടുത്ത ശിവഭക്തനായിരുന്ന രാവണന്റെ വിഗ്രഹവും ഈ ക്ഷേത്രത്തിലുണ്ട്. പച്ചൈദേവി, മരകതവല്ലി, താടകൈ പിരട്ടി, സുന്ദരവല്ലി തുടങ്ങിയ നിരവധി പേരുകളിൽ മധുരൈ മീനാക്ഷി അറിയപ്പെടുന്നു. ഏതാണ്ട് എല്ലാ മാസവും ഇവിടെ ഉത്സവങ്ങളുണ്ട്. ശിവരാത്രിയും നവരാത്രിയും അതിൽ ഉൾപ്പെടുന്നു. തിരുകല്യാണ ഉത്സവമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ 10 ദിവസമാണ് ആഘോഷിക്കപ്പെടുന്നത്.